ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം പഴയതാണ്, പക്ഷേ അതിൻ്റെ അപ്ഡേഷൻ പുതിയതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രീഷ്മ ഉണ്ടല്ലോ, കഷായം ഗ്രീഷ്മ, അവൾ കുറ്റക്കാരിയാണെന്ന് കോടതിയിൽ നിന്ന് വിധി വന്നു. കോടതി ഇപ്പം ഒന്നാം പ്രതിയായിട്ട് ഗ്രീഷ്മയും രണ്ടാം പ്രതി ചേർക്കപ്പെട്ടിരുന്ന സുനിത അമ്മ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് രക്ഷപ്പെടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഷാരോണിൻ്റെ പേരൻസ് എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്ന വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. എന്നാലും അവർക്കും ശിക്ഷ ലഭിക്കും. മൂന്നാം പ്രതിയായ അമ്മ അവനും കുടുങ്ങിയിട്ടുണ്ട്. ഈ സംഭവം 2 വർഷത്തിന് ശേഷമാണല്ലേ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, എത്ര നാൾ നീണ്ടു നിന്നൊരു പ്രോസസ്സിങ് ആണെന്ന്. പക്ഷെ ഇന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. അവൾ രക്ഷപ്പെട്ടു പോയില്ലല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായൊരു കേസാണല്ലേ ഗ്രീഷ്മ ഷാരോൺ കേസ്. എന്തൊരു അഭിനയമായിരുന്നു അവളുടെ കുറച്ച് ഓഡിയോ ക്ലിപ്പിങ്സ് ഞാനിവിടെ കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടിട്ട് വന്ന് പറയണം, ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ നമ്മൾ സംശയിച്ചല്ലോ എന്ന്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എനിക്കിവിടെ അല്ല, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്കിങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട്. എന്തെങ്കിലും മെഡിസിനിൽ എന്തെങ്കിലും റിയാക്ഷൻ, അത് ഇവിടെ ഒന്നും നീ കൊടുത്ത കഷായത്തിലാണോ എന്നല്ല അവർ പറയണോ, കഷായത്തിലാണോ ഇനി അവര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയ അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ എന്തായാലും അതിനെ നോക്കണം. എന്തായാലും പുത്തകട ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ, പുത്തകട ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ. ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ കേരളം ഒട്ടാകെ പറഞ്ഞു അല്ലേ ഗ്രീഷ്മ തന്നെയാണ് കുറ്റക്കാരിയെന്ന്. കാര്യം അതുവരെ യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ലാത്ത ഷാരോണിന് കഷായം ജ്യൂസിൽ കലർത്തി, നമ്മുടെ മാംഗോ ജ്യൂസിൽ കലർത്തി കൊടുക്കുന്നു. അത് കുടിക്കുന്ന ഷാരോൺ അപ്പോൾ തന്നെ ഛർദ്ദിക്കുന്നു, പച്ച കളറിൽ ഛർദ്ദിക്കുന്നു. കുറച്ച് നേരത്തിന് ശേഷം ശരീര അസ്വസ്ഥതകളുണ്ടാകുന്നു. വീട്ടിലേക്ക് വരുന്ന ഷാരോൺ ഇതൊന്നും ആരോടും പറയുന്നില്ല, ഫ്രണ്ട്സിനോട് മാത്രം ഡിസ്കസ് ചെയ്യുന്നു. എനിക്ക് ചതി പറ്റിയോ എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഫാദറിനോടൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. കിഡ്നിയിലും മറ്റേ ലിവർ ഫങ്ഷനിലും ഒക്കെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്താണെന്ന് ഏതാണെന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഷാരോണിൻ്റെ ഫ്രണ്ട്സ് ഗ്രീഷ്മയെ ബന്ധപ്പെടുന്നത്. എന്താണ് സംഭവിച്ചെന്ന് തിരക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല, ഇങ്ങനെ ജ്യൂസ് കുടിച്ചു, പഴകിയ ജ്യൂസിൻ്റെ പ്രശ്നമായിരിക്കാം, അതായിരിക്കാം ഷാരോൺ ഛർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഞങ്ങൾ കൂടെ വന്ന ഓട്ടോ ഡ്രൈവറും ഈ ജ്യൂസ് കുടിച്ച് ഛർദ്ദിച്ചു എന്നൊക്കെ ഗ്രീഷ്മ പല ന്യായങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ICUവിലായ ഷാരോണിനെ പിന്നെ തിരക്കിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരുന്ന ഗ്രീഷ്മയെ ഷാരോണിൻ്റെ ബ്രദർ ഫോൺ ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നാണ്, എനിക്കിത് പ്രിസ്ക്രൈബ് ചെയ്തത് ഒരു അരുൺ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ പേരും ഡോക്ടറുടെ ഫാർമസിയും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ, ഫാർമസിയുടെ സ്ഥലം ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഗ്രീഷ്മ പറയുന്നുണ്ട്. ഓഡിയോയിൽ ഫുള്ള് പറയുന്നുണ്ട്. എനിക്കറിയില്ല, അവൻ പച്ച കളറിൽ ഇങ്ങനെ ഛർദ്ദിച്ചു. ഏത് കളറാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഷാരോണിൻ്റെ ബ്രദർ ആയുർവേദ ഡോക്ടറാണ്, ആയുർവേദ ഫാർമസിയിൽ നിന്ന് കൊടുത്ത മരുന്നാണ് എന്നാണ് ഗ്രീഷ്മ ഉറപ്പിച്ച് പറയുന്നത്. അതിന് കുപ്പി എവിടെ, അതിൻ്റെ മരുന്ന് കൊടുത്ത കുപ്പി എവിടെയെന്ന് ചോദിച്ചപ്പോൾ മരുന്ന് ഫുൾ ബോട്ടിലല്ല, അത് മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നാണ് തന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞങ്ങൾ കുപ്പി കഴുകി വെച്ചപ്പോൾ സ്റ്റിക്കർ പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കുപ്പിയുടെ അടപ്പിനകത്ത് നമ്പർ കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ കുപ്പിയുടെ അടപ്പിനകത്ത് ഒന്നുമില്ല, ഇത് വേറൊരു കുപ്പിയാണ്, ഞാൻ ഗ്ലാസ്സിലാണ് ഒഴിച്ചത്, ഗ്ലാസ്സിലാണ് അമ്മയ്ക്ക് ഒഴിച്ചു തരുന്നത്, ഏത് മരുന്നാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴെല്ലാം ഗ്രീഷ്മ ഇങ്ങനെ കിടന്നങ്ങ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട് ഗ്രീഷ്മയ്ക്ക്. കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഗ്രീഷ്മ ഇങ്ങനെ ചെയ്തത് ഷാരോണിനോട്. ഗ്രീഷ്മയുടെ കാമുകനായിരുന്നു ഷാരോൺ. ഒരു കാര്യം ചോദിച്ചോട്ടെ,
സഹോദരി എന്നാണോ നിന്നെ വിളിക്കേണ്ടത്? ഓക്കെ, നിനക്ക് അവനെ വേണ്ടായിരുന്നു എങ്കിൽ, നിനക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എങ്കിൽ എന്തിനു നീ അവനെ മരണത്തിലേക്ക്, അതായത് കൊലപാതകത്തിലേക്ക് നീ തുനിഞ്ഞത് എന്തിനാ? നീ അവനെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? കൊല്ലാൻ ശ്രമിച്ചല്ല, കൊന്നു. നീ എന്തിനാ അവനെ കൊന്നത്? വേറെ എന്തെല്ലാം വഴിയുണ്ടായിരുന്നു അല്ലേ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഒഴിവാക്കാനായിട്ട്? ഇതിപ്പോൾ ഞാൻ നല്ലതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്കൊരു ബുദ്ധിയില്ലേ? നീ ഇത്രയും വിദ്യാഭ്യാസമുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? സൂര്യൻ അസ്തമിച്ചാലും പിറ്റേ ദിവസം ഉദിക്കും. ഒരിക്കലും കള്ളം നമുക്ക് അധികം നാൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരു തുമ്പ്, നീ ഇത്രയും പ്ലാൻ ചെയ്ത് കളിച്ചിട്ട് പോലും അത് പുറത്തു വന്നില്ലേ? ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നില്ലേ? നീ ശിക്ഷിക്കപ്പെട്ടില്ലേ? നിനക്കിതുകൊണ്ടുണ്ടായ നേട്ടം എന്താ? കുറച്ച് പബ്ലിസിറ്റി കിട്ടി. കഷായം ഭീഷ്മ. എൻ്റെ ദൈവമേ, നല്ല പെൺപിള്ളാരെയും കൂടെ പറയിക്കാൻ വേണ്ടി ഇവളെപ്പോലെ ഓരോരുത്തികൾ. ഇവളെ കണ്ടാലൊക്കെ എന്ത് സുന്ദരിയല്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള ട്രോഫിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഡാൻസർ, എന്തെല്ലാം മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടിയാണ്. കൊലപാതകത്തിലും കഴിവ് തെളിയിച്ചു. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ബ്രദർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഷാരോണിനെ മറ്റ് കാര്യങ്ങൾ തിരക്കി അറിയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഗ്രീഷ്മയുടെ മറുപടിയോ, എൻ്റെ വീട്ടിലൊന്നും ഇതറിയില്ലല്ലോ, എനിക്ക് വീട്ടിലാണ്, ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എടുത്ത് നല്ല രണ്ട് പെട നിനക്ക് സത്യം പറഞ്ഞ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാത്തതിന് കുഴപ്പമുണ്ട് നിനക്ക്. ഈ വിധി നീ അർഹിക്കുന്നതാണ്. ആ അച്ഛൻ്റെ അമ്മയും പറയുന്നത്, ഈ കോടതി വിധിയെപ്പറ്റി അച്ഛനും അമ്മയും പറയുന്നൊരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പക്ഷെ ഒരു കാപ്പഴ പറ്റിയിട്ടുണ്ട്. ഈ ഗ്രീഷ്മയുടെ അമ്മ അവരെയും കൂടെ സൃഷ്ടിച്ച ഞങ്ങൾക്ക് തൃപ്തരാകുമായിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ പൂർണ്ണമായും ഇതിൽ കുറ്റം ചെയ്തവളാണ്. നേരത്തെ അവളെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കളിയും കളിച്ചവളാണ്. എൻ്റെ ഒരു വിഷമം ഉണ്ട്, മാനസികമായി തകർച്ചയാണ്. ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണ്. അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ അമ്മയും ശിക്ഷിക്കണമായിരുന്നു. വെറുതെ വിട്ടത് വിഷമമുണ്ട്. മൂന്നുപേരും കൂടെ ചേർന്നാണ് എന്റെ പൊന്നിൽ കൊന്നു കളഞ്ഞത്. നമ്മുടെ അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. അവർക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അമ്മയെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. അമ്മയെ വെറുതെ വിട്ടതില് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അതായത് എന്ത് കാരണത്താലായിരിക്കാം? അതറിയില്ല. ഇനിയിപ്പോ അടുത്ത് മുന്നോട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? അടുത്ത നാളത്തെ കേസിന്റെ വിധി വരട്ടെ. അല്ല, ഈ കേസിനെ കുറിച്ച് ഈ ഗ്രീഷ്മയുടെ അമ്മ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾ വ്യക്തമായി തിരക്കിയിട്ട് ഹൈക്കോടതി പോകും, മുകളിലോട്ട് പോകും. എങ്ങനെ നാളെ ഇനിയിപ്പം ശിക്ഷ എന്താണെന്ന് നാളെ അറിയാം? നാളെ കാര്യം അറിയണം. ഇവക്ക് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് കോടതിയിൽ നിന്ന് പേപ്പറുകൾ നമുക്ക് അറിഞ്ഞാലേ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ 2 വർഷം കൊണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരമ്മയും ഒരു മകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പയ്യനെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കില്ല. ഒരു ലോകത്തെ ഒരു സ്ത്രീകളും മക്കളുടെ കാമുകനെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്മ കൂട്ടു നിൽക്കില്ല. അത് വ്യക്തമായി നിന്നിട്ടുണ്ട് ഗ്രീഷ്മയുടെ അമ്മ. മകന്റെ മരണത്തിന് കാരണക്കാരായതിൽ അമ്മയും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അമ്മയെ വെറുതെ വിട്ടതിൽ നിങ്ങൾക്ക് എന്താ പറയാ? ഒരമ്മയും മക്കൾക്ക് കൂട്ടു നിൽക്കില്ല. ഇങ്ങനെ കൊല്ലാനോ തെറ്റിനൊന്ന് മാറ്റിയെടുക്കാനായിട്ട് മക്കളെ ശ്രമിക്കുള്ളൂ. ഈ അമ്മ കൂട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആ അമ്മയ്ക്കും ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ എന്റെ. അതായത് അമ്മയെ വെറുതെ വിട്ടതിൽ നിങ്ങൾക്ക് തൃപ്തരല്ല? വിഷമമുണ്ട്. ഇനിയിപ്പോ നാളെ കോടതിയിൽ നിന്ന് ശിക്ഷ എന്താണെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. വളരെ പരമാവധി ശിക്ഷ കൊടുക്കണം അവർക്ക്. പറ്റുമെങ്കിൽ വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന്. എന്റെ മോനെ എനിക്കിനി കാണാനും പറ്റൂല, സംസാരിക്കാനും പറ്റൂല. അവന്റെ അമ്മ എന്നുള്ള വിളിയാനും കേൾക്കാൻ പറ്റൂല. അതും ആ സ്ത്രീ അനുഭവിക്കണം. അത് വേദന എന്തെന്ന്. അതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, അച്ഛനമ്മയും മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന ഇന്റർവ്യൂ കണ്ടല്ലോ. എന്ത്
ദുഃഖത്തിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. കണ്ടോ, ആ ഒരു വിധിയിൽ അവർ ആശ്വസിക്കുന്നു. എന്നാലും തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ തൃപ്തരല്ല. കാര്യം ഒരു മകളെ അമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്ന മക്കളെ തിരുത്തുകയാണ് ഒരു നല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ആ അമ്മയ്ക്ക് കൂടി ശിക്ഷ ലഭിക്കണമായിരുന്നു. അവർ നിരപരാധിയല്ല. അവരെന്തിനു ഒഴിവാക്കി, അവരെങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മയ്ക്ക് അറിയേണ്ടത്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, എത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടേ ആയിരിക്കണം അമ്മ പറയുന്നത്. പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ അവൾക്ക് ലഭിക്കണമെന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ തന്നെ ഉറപ്പായിട്ട് ഒരു ഹൈക്കോടതിയെ സമീപിക്കും. ഈ അമ്മയ്ക്ക്, അതായത് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും എന്നവർ പറയുന്നുണ്ട്. ശ്രമിക്കണം അമ്മേ, നിങ്ങൾ ചെയ്യണം. അച്ഛനും അമ്മ, നിങ്ങൾ അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അമ്മയെ എന്ന് വിളിക്കാൻ എൻ്റെ മകനിപ്പോൾ ഇല്ലല്ലോ എന്ന്. ഒരമ്മയുടെ ദുഃഖമാണത്. എന്തിനാണ് വഞ്ചകി നീ അങ്ങനെ ചെയ്തത്? നിനക്ക് എന്തിനു വേണ്ടിയിട്ട് നീ അങ്ങനെ ചെയ്തു? ആ അമ്മ പറഞ്ഞത്, എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ ആ മോൻ ഇല്ലാതാക്കിയില്ലേ നീ, അതിന് അവർ പറയുന്നുണ്ട് അതേ വേദന അവരും അറിയണമെന്ന്. അതിനാണ് അവർ പറയുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന്. പക്ഷെ സത്യമാണ്, ഇതിനൊക്കെ വധശിക്ഷ തന്നെ വരണം. എന്ത് തെറ്റ് ചെയ്താലും അതിനനുസരിച്ചുള്ള ശിക്ഷ നമ്മുടെ കോടതി, അതായത് നിയമവ്യവസ്ഥ നൽകുകയാണെങ്കിൽ പിന്നീട് ഈ തെറ്റ് ആവർത്തിക്കില്ല. എന്തെല്ലാം തരത്തിലുള്ള സംഭവങ്ങളാണ് അനുദിനം നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ. ഇപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്ന് നടന്ന സംഭവമല്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇത്രയും നാളെടുത്തു ഇതിനൊരു വിധി വരാൻ. ഇനി ശിക്ഷ തീരുമാനിച്ചിട്ടില്ല, നാളെയാണ് അവളുടെ ശിക്ഷ തീരുമാനിക്കുള്ളൂ. പക്ഷേ ഏറ്റവും പരമാവധി ഉയർന്ന ശിക്ഷയായ വധശിക്ഷ തന്നെ അവൾക്ക് ലഭിക്കണം. ഇത്രത്തോളം പ്ലാൻ ചെയ്ത് അവളുടെ പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും കണക്കിലെടുക്കാതെ നിയമം അങ്ങനൊരു തീരുമാനത്തിലെത്തണം, അങ്ങനൊരു വിധി പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അവൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കണമോ, ലഭിക്കേണ്ടതുണ്ടോ, നിങ്ങൾ പറയണം. ഈ മാതാപിതാക്കളുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു മകനെ നിഷ്പ്രയാസം സ്നേഹത്തിലൂടെ കൊന്നുകളഞ്ഞു. പ്രതികാരം എന്തിന്? അവൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അവൻ അപമര്യാദയോ പെരുമാറിയോ? അവൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോ? നിന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചോ? നിനക്ക് പുതിയൊരു ജീവിതം വേണം, ഇവനെക്കാട്ടിയും കുറച്ച് നല്ലവനെ കിട്ടിയപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് നീ പോകണമായിരുന്നു. എനിക്ക് നിന്നോട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രായമല്ലേ ഉള്ളായിരുന്നു. ഇതല്ലാതെ എൻ്റെ നെറുകയിൽ സിന്ദൂരം അണിയിച്ചവനാണ്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്, ഞാൻ അവനെ അങ്ങനെ ചെയ്യുമോ, ഞാൻ അവനെ ഇങ്ങനെ ചെയ്യുമോ, എൻ്റെ അച്ചായനെ അറിയാം എന്നോടുള്ള സ്നേഹം ആടെയാണ് കോടയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ വോയിസിലൂടെ പറയുന്നത്. അപ്പോൾ എന്തൊരു നാടകമായിരുന്നു ആ സമയത്തൊക്കെ ഇല്ലേ. കരച്ച് കൃത്യമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഞാനങ്ങനെ ചെയ്യുന്നില്ല, എങ്ങനെയുണ്ട്, മറ്റേതാ മറിച്ചേതാ, എന്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവളുടെ അന്വേഷണം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും അങ്ങ് പാവം കുട്ടി, എന്തുമാത്രം സ്നേഹിച്ച കുട്ടി എന്ന് പറയും. പക്ഷേ അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് എൻ്റെ ബ്രദർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് എന്തുകൊണ്ട് നീ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയില്ല എന്ന്. അത് ഞാൻ ചോദിച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോൾ തിരിച്ച് ബ്രദർ പറയുന്നുണ്ട്, ആ ഫസ്റ്റ് നമ്മൾ കേൾക്കുന്ന ഓഡിയോയിൽ കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ അന്വേഷിക്കും, മരുന്ന് എന്ത് കഷായമാണ് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് നീ കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അച്ചായന് മെസ്സേജ്, ICUയിൽ കിടക്കുന്ന അവന് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന്. അവൻ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ അത്യാസന്ന നിലയിൽ ICUയിൽ കിടക്കുന്ന അവന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അച്ചായൻ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. ഷാരോണിൻ്റെ ബ്രദർ ഒരു ആയുർവേദ ഡോക്ടറായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചിട്ട് ഇവളതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു ഗ്രീഷ്മ ഷാരോണിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത്, അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല. കേട്ടില്ലേ നിങ്ങൾ? ഫ്രണ്ടിനോട് പറയുന്ന, ഫ്രണ്ട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കൊടുത്തത്, നീ ഒന്ന് ഓർത്ത് നോക്കൂ, നീ എന്താ ചെയ്തത്, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെ ഫ്രണ്ട് ചോദിക്കുക. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ മനഃപൂർവ്വം എനിക്ക് അവനെ കൊന്നിട്ട് എന്ത് കിട്ടാനാണെന്ന്. അവൻ മരണപ്പെട്ടില്ല, അതിനു മുമ്പേ അവൻ ചോദിക്കുന്നു,
എനിക്ക് അവനെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഉളുപ്പില്ലാതെ എല്ലാം ചെയ്ത് വെച്ചിട്ട് അവൾക്ക് എന്ത് കൃത്യമായി ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നു എന്ന്. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ എനിക്ക് ബ്രദർ സംസാരിക്കുമ്പോൾ തന്നെ ബ്രദറിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം വെച്ചാൽ ബ്രദർ പറയുന്നുണ്ട് ഗ്രീഷ്മ കൊടുത്ത കഷായത്തിന് പറ്റിയതാണെന്ന് ഞാൻ പറയുന്നില്ല, എന്താണ് കാര്യമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻറ്റേർണൽ ഓർഗൻസായ കിഡ്നിയിലും എല്ലാം ലിവറിലും എല്ലാം പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ ബ്രദർ പറയുന്നു. അപ്പോഴും അവൾ തറപ്പിച്ച് നിന്ന് ആ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക്. അപ്പോൾ എന്തിനുള്ള മരുന്നാണ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാക്ക് പെയിനുള്ള മരുന്നാണെന്ന്. ഇവൻ എന്തിനാണ് കൊടുത്തത്? കഷായത്തിൻ്റെ കയ്പ്പ് അറിയാനായിട്ട്. കഷായത്തിന് കയ്പ്പാണല്ലോ ആയുർവേദ ഡോക്ടറായ അദ്ദേഹം പറയുന്നു. സ്വന്തം ബ്രദർ അത്രയും ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംയമനമായിട്ട് സംസാരിച്ച ബ്രദറുണ്ടല്ലോ. കാരണം അവർക്ക് ഫുൾ ഡൗട്ടുണ്ടായിരുന്നു ഗ്രീഷ്മ. അത് ബ്രദർ പറയുന്നുണ്ട് ഓഡിയോയിൽ, നമ്മുടെ പത്രക്കാരോട് പറയുന്നതിനകത്ത് പറയുന്നുണ്ട്. കാര്യം എന്താ, ഫാദറിനോട് ലാസ്റ്റ് മരിക്കാൻ പോകുന്നു എന്ന് ഒരു തോന്നലിലാണ് ഷാരോൺ ഇതെല്ലാം പറയുന്നതെന്ന്. നമുക്കതും ഒന്ന് കണ്ടിട്ട് വരാം. പപ്പ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് 22-ാം തീയതി മരിക്കുമെന്ന് അവന് ഉറപ്പായപ്പോഴാണ് പപ്പ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചതി മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം അല്ലേ? അവൻ മനസ്സിലാക്കിയിരുന്നായിരിക്കാം, പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് സുഹൃത്തിനോട് അന്ന് ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞത്. അവൻ ചതിച്ചു. അതെ, അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കുമെന്ന് ഉള്ള കാര്യം. അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നുണ്ട്. അതായത് അച്ഛനെയും അമ്മയും കണ്ടതിന് ശേഷമാണ് വന്ന് മാധ്യമപ്രവർത്തകൻ നമ്മുടെ സഹോദരനോട് തിരക്കുന്നത്. വീട്ടിൽ ചെന്ന് കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞ പ്രതികരണവും നമ്മുടെ സഹോദരൻ്റെ പ്രതികരണവും എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. നമ്മൾക്ക് ഇങ്ങനൊരു ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അവർക്ക് ഇതുപോലെ പറയാനേ സാധിക്കുള്ളൂ അല്ലേ? അല്ലാതെ എൻ്റെ മകനെ കൊന്നവളോട് ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്ന് പറയാനായിട്ടൊരു അമ്മയ്ക്ക് സാധിക്കുമോ? ഒരു കയ്യബദ്ധം പറ്റിയതല്ല, പ്രീ പ്ലാൻഡ് മർഡർ ആയിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ എന്തെല്ലാം ചെയ്തു. കുപ്പി ആക്രിക്കാർക്ക് കൊടുത്തു, ഒന്നും പറയണ്ട. പക്ഷേ എന്നിട്ട് അവൾ രക്ഷപ്പെട്ടോ? ഇല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ, സത്യം എപ്പോഴായാലും പുറത്തു വരും. നാളെ അവൾക്ക് ലഭിക്കുന്ന വിധി അത്യധികം പരമാവധി ശിക്ഷയായിരിക്കണം, വധശിക്ഷ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എന്നെപ്പോലെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അല്ലേ? ഗ്രീഷ്മയെ അനുകൂലിക്കുന്ന ഒരൊറ്റ മനുഷ്യരും കേരളത്തിലോ നാട്ടിലോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര പൈശാചികമായൊരു മനസ്സാണ് അവൾക്കുള്ളത്. അവൾ രക്ഷപ്പെട്ടുകൂടാ. അവളെപ്പോലുള്ളവരെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. നല്ലൊരു വാർത്തയാണ് നമ്മളിന്ന് അറിഞ്ഞത്. അതിൽ കുറച്ച് അതൃപ്തി ഉണ്ടായത് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ഇതിന് പങ്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. പക്ഷെ അവരും ഇതിൽ പങ്കാളിയാണ്, അവരും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ വിധി നിങ്ങൾക്കെല്ലാം സന്തോഷകരമായിരുന്നോ എന്ന് നിങ്ങൾ അറിയിക്കുക. ആരെങ്കിലും ഗ്രീഷ്മയെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കുക. ഗ്രീഷ്മയെ പോലുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കാൻ നമ്മൾ നിയമവ്യവസ്ഥയ്ക്ക് ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. ബൈ ഫ്രണ്ട്സ്.